വാട്സപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയ ഒരു മൂവി സജഷനുമായിട്ടാണ്. 2025 ഇറങ്ങിയ ബീസ്റ്റ് ഓഫ് വാർ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ചിത്രമായ ബീസ്റ്റ് ഓഫ് വാർ, ഷാർക്കിൻ്റെ ഒരു ചിത്രമായ ബീസ്റ്റ് ഓഫ് വാറിനെ പറ്റിയാണ് ഞാനിന്ന് മൂവി റിവ്യൂ ചെയ്യുന്നത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇതിൽ സ്പോയിലറായിട്ട് അങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ ഇതിന് ബീസ്റ്റ് ഓഫ് വാറിന് മുമ്പ് നമ്മളൊരു പ്രിമിറ്റീവ് വാറിൻ്റെ ഒരു ചിത്രം റിവ്യൂ ചെയ്തായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനോസോഴ്സാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീസ്റ്റ് ഓഫ് വാർ. നിങ്ങൾ രണ്ട് സ്റ്റുഡിയോ ആണ്, ബീസ്റ്റ് ഓഫ് വാറും ആ പ്രിമിറ്റീവ് വാർ രണ്ട് സ്റ്റുഡിയോ ആണ്. പക്ഷേ നിർമ്മിച്ചിരിക്കുന്നത് എന്താ പറയാൻ, രണ്ടുപേരും ഓസ്ട്രേലിയയാണ്. ഓക്കെ, ഒരു ഓസ്ട്രേലിയൻ ചിത്രമാണ് ഇത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പറയാൻ മറ്റേ പ്രിമിറ്റീവ് വാറോട്ട് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടും നിങ്ങൾക്കൊരു സെയിം വൈബായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം വെച്ചാൽ ആ ഒരു ക്യാമറ ആംഗിൾ ആയിരുന്നാലും ആ ഒരു എഡിറ്റിംഗ് ആയിരുന്നാലും എല്ലാം എന്താ പറയുക, ഒരു സെയിം വൈബിൽ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് മാത്രമാണെന്ന് പറയാം ഞാൻ അതും വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത്. അപ്പോൾ നമുക്കിനി എന്തായിരുന്നാലും നമുക്കെന്താ പറയാം സിനിമയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീസ്റ്റ് ഓഫ് വാറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വേൾഡ് വാർ 2 ഒരു പ്ലെയിൻ ഒരു റിയൽ ആയിട്ടുള്ളത് നടക്കുന്ന ഒരു ചെറിയൊരു സംഭവമാണ്. അതിന് ട്വിസ്റ്റ് ചെയ്ത് ഇറക്കിയത്. അത് വേൾഡ് വാർ 2 നടക്കുന്ന ഒരു പ്ലെയിൻ എന്താ പറയുക, ഒരു പ്ലെയിൻ എന്താ പറയുക കടലിലോട്ട് വന്ന് വീഴും. കടലിലോട്ട് വന്ന് വീണിട്ട് എന്താ പറയുക അവിടെ ഒരു ഷാർക്ക് വരുന്നു. അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പെട്ടെന്നൊരു നമുക്കൊന്ന് പറയാം നമുക്ക് പറയാനുള്ളത്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോൾജേഴ്സിനെയൊക്കെ എന്താ പറയുക വേൾഡ് വാർ 2 ട്രെയിനിങ് കൊടുക്കുന്നു. വേൾഡ് വാർ 2 വേണ്ടിയിട്ട് എന്താ പറയുക ഇത് നടക്കുന്നത് വേൾഡ് വാർ 2 ടൈമിലാണ്. ഓക്കെ, 1940s. അപ്പോൾ അവിടുത്തെ സോൾജേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു. അവർക്ക് ഇഷ്ടംപോലെ ഇൻറ്റൻസീവ് ട്രെയിനിങ്. ആ ട്രെയിനിങ് സീക്വൻസൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. അവർക്ക് വലിയ ബൂബി ട്രാപ്സൊക്കെ വെച്ച് കൊടുക്കുന്നു. പിന്നെ സ്ഥിരം നമ്മൾ കാണുന്നുമല്ലോ ഈ വേൾഡ് വാർ 2 ഒരുപാട് നേഴ്സുമാരൊക്കെ നിൽക്കുന്നത്. അതുപോലെ ഇഷ്ടംപോലെ ഓരോ നേഴ്സുമാർ ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ മുന്നിൽ പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇവർ ഈ ഒരു മിഷന് വേണ്ടി പോകുന്നു. അപ്പോൾ ആ പ്ലെയിനിൽ എന്താ അറ്റാക്ക് ചെയ്യുന്നു. പ്ലെയിൻ തകർന്നിട്ട് എന്ത് പറയും നേരെ ഇതിവിടെ ഒരു കടലിലേക്ക് പതിക്കുന്നു. ഓക്കെ, കടലിൽ പതിച്ച ശേഷം ആണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു വലിയൊരു എന്താ പറയുക സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവരൊരു പ്ലെയിനിൻ്റെ വിങ് ആണെന്ന് തോന്നുന്നു. ഒരു വിങ്ങിൽ കയറി വന്നിട്ട് എന്ത് ചെയ്യും, ഒരു 4-5 പേരെ സർവൈവ് ചെയ്യും. അതിൽ നിന്ന് ആ വിങ്ങിൽ കയറി നിൽക്കും. വിങ്ങിൽ കയറി നിന്നതിന് ശേഷം എന്താ പറയുക ഒരു ഷാർക്കിനെ എന്താ പറയുക വരുന്നു, ഇവർ അറ്റാക്ക് ചെയ്യുന്നു. സംഭവം ഇതാണ് കഥ. പിന്നെ ഇതിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ CGI. ഇതിൽ CGI എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അധികം ഒന്നുമില്ല. ഈ ഷാർക്ക് എനിക്ക് തോന്നുന്നു ഇവർ ശരിക്കും ഷാർക്ക് ഉണ്ടാക്കിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയണമെന്ന് പറഞ്ഞാൽ ഷാർക്കിനെ ഫുള്ളായിട്ട് ഇവർ കാണിക്കത്തില്ല. ജസ്റ്റ് കണ്ണും തലയും സൈഡ് മാത്രമൊക്കെ ഷാർക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഷാർക്കിൻ്റെ ഈ വിങ് ഇങ്ങനെ വരുന്നു. അതൊക്കെയാണ് കൂടുതൽ ഇതിൽ കാണിക്കുന്നത്. ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഇതെനിക്ക് തോന്നുന്നുണ്ട് ഒരു സ്വിമ്മിംഗ് പൂളിൽ സെറ്റിട്ട ശേഷം എന്താ പറയാൻ അവിടെ ഫുള്ള് സെറ്റിട്ടിട്ട് വെച്ചതാണ്. കാരണം വെച്ചാൽ ഇതിന് CGIയുടെ ആവശ്യമൊന്നുമില്ല. CGI എന്ന സാധനമേ ഇതിൻ്റെ അകത്തൊന്നും പറയാൻ ഇല്ല, ആവശ്യമില്ല. അത്രയ്ക്കെന്ന് വെച്ചാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഇവർ ചെയ്തുള്ളൊരു സംഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഒരു എഫേർട്ട്. ആ പ്രിമിറ്റീവ് വാർ ഇതിൻ്റെ ഒരു എഫേർട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലത്തെ സിമിലർ മൂവീസൊക്കെ ചിലപ്പോൾ ഉണ്ടായി കാണാം. പക്ഷേ ഐ എം ഗിവിങ് ഇവർക്ക് ഒരു ഫുൾ മാർക്ക് ഇതിൻ്റെ ഒരു എഫേർട്ടിന് വേണ്ടിയിട്ട് എന്താ പറയുക ഞാനിതിൽ അവർക്ക് കൊടുക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ ഈ ഷാർക്ക് ഇങ്ങനെ വരുന്നു, ഷാർക്ക് ഓരോരുത്തരെയും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സിനിമയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീസ്റ്റ് ഓഫ് വാർ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 1.5 മണിക്കൂറിനകത്തെ സിനിമ ഉള്ളൂ. പക്ഷേ ഇതിൽ ഷാർക്കൊന്ന് കുറച്ച് കാണിക്കേണ്ടത് എനിക്ക് ഏറ്റവും ബോറെന്നല്ല, ഇതിൽ കാണിക്കേണ്ടിയിരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഷാർക്ക് നമ്മൾ ലാസ്റ്റത്തെ ഒരു സീനിൽ ഷാർക്കിൻ്റെ ഫുൾ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ, കുറച്ചും കൂടെയൊക്കെ ഷാർക്കിൻ്റെ ഫുള്ളൊരു ഇമ്പാക്റ്റ് കാണിക്കേണ്ടിയിരുന്നു. അത് വളരെ കുറഞ്ഞു പോയി ബീസ്റ്റ് ഓഫ് വാർ. പക്ഷേ ആ പ്രിമിറ്റീവ് വാറിലാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡൈനോസോഴ്സിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഷാർക്ക് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഷാർക്ക് CGI അല്ല, ഇത് കംപ്ലീറ്റ് ഇവർ എന്താ പറയുക മെയ്ഡ് ചെയ്തെടുത്തൊരു ഷാർക്ക്. മറ്റേ പാർട്ടിക്കിൾ എഫക്ട്സ് മറ്റേ ഈ ഡമ്മി ഉണ്ടാക്കി കിട്ടും, അതുപോലത്തെ സെറ്റപ്പിൽ ചെയ്തെടുത്താണ്. എന്തായിരുന്നാലും അത് കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ജപ്പാൻകാരൻ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴും അതിനുശേഷം ഷാർക്ക് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഷാർക്ക് ഇവരെല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ ജോസിൻ്റെ ഇങ്ങനെ ഷാർക്ക് വരുമ്പോഴേക്കും ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ ആ പല്ലിങ്ങനെ വരുന്ന അതുപോലെ അത് 1-2 സീൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഷാർക്ക് ഇങ്ങനെ വരുന്നതായിട്ട്. അത് ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. അതങ്ങനെ
പിന്നെ അത് എന്താ പറയുക, കൊള്ളാം, അത്യാവശ്യം നല്ലൊരു പടം. 1.5 മണിക്കൂറിനകത്ത് നമ്മൾ കുറേ സിനിമ കണ്ടു തീർക്കാം, പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം. ഞാൻ ഇപ്പോൾ ഇടുന്ന കുറേ സിനിമകളെല്ലാം എന്താ പറയുക 1.5 മണിക്കൂറിനകത്ത് ഇങ്ങനെ തേടി പിടിച്ച് കണ്ടിടുന്നുണ്ട്. എന്തായിരുന്നാലും അതാണ്, നമുക്ക് ടൈം അത്യാവശ്യമാണല്ലോ, ടൈമും അത്യാവശ്യമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ എല്ലാവരും എൻഗേജ്ഡാണ്. അപ്പോൾ അതിലൊരു 1.5 hours പ്രഷ്യസ് ആയിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇത് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക സിനിമയാണ്. പക്ഷേ ഞാൻ ഓർക്കുക, ഷാർക്കിൻ്റെ അറ്റാക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഇവരുടെ ഒരു ഹലൂസിനേഷനും ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇങ്ങനെ അകപ്പെട്ട് കിടക്കണം, കടലിലെ നടുക്ക് ഇങ്ങനെ അകപ്പെട്ട് കിടക്കുക. അപ്പോൾ കുറേ ഹലൂസിനേഷനും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായിരുന്നാലും കൊള്ളാം, നൈസ് മൂവി. താല്പര്യമുള്ളവർ കാണുക. ബീസ്റ്റ് ഓഫ് വാർ 2025. അപ്പോൾ ഓക്കെ, ബൈ.